നമസ്കാരം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച. MS സൊല്യൂഷൻ സിഇഒയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ MS സൊല്യൂഷൻ സിഇഒ സുഹൈബിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. 2 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുക. ചോദ്യപേപ്പർ ചോർന്നതിൽ സാമ്പത്തിക ഇടപാട് നടന്നോ എന്നറിയാനാണ് പരിശോധന. ഷുഹൈബിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. MS സൊല്യൂഷൻ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിവയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. മൊബൈൽ ഡേറ്റ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. മേക്കപ്പ് മാനേജർ സജീവിനെതിരെയാണ് കോട്ടയം പൊൻകുന്നം പോലീസ് കേസെടുത്തത്. കാഞ്ഞിരപ്പള്ളി കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഷാൻ വധക്കേസിൽ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച RSS പ്രവർത്തകർ അറസ്റ്റിൽ. ആലപ്പുഴ പറവൂർ വടക്ക് ദേവസ്വം വേളി വീട്ടിൽ H. ദീപകിനെയാണ് മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്ക് ഒളിവിൽ പോകാൻ വേണ്ട സഹായം ചെയ്തതിനാണ് ദീപകിനെ അറസ്റ്റ് ചെയ്തത്. കൊലക്കേസിലെ 5 പ്രതികളുടെയും ജാമ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുടെ ജാമ്യമാണ് റദ്ദാക്കിയത്. പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രോസിക്യൂഷന്റെ അപ്പീലിലായിരുന്നു ഹൈക്കോടതി നടപടി. കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. 2021 ഡിസംബർ 18 രാത്രിയാണ് SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ടത്. 19 രാവിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു. സിനിമാ നടിമാർക്ക് വേണ്ടി MDMA എത്തിച്ചു. ഒരാൾ പോലീസ് പിടിയിൽ. മലപ്പുറത്ത് നിന്ന് 510 ഗ്രാം MDMA പിടികൂടി. അഴിഞ്ഞിലം കടവ് ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് MDMA പിടികൂടിയത്. കാളികാവ് സ്വദേശി മുഹമ്മദ് ഷെഫീഖ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് MDMA കൊണ്ടുവന്നതെന്നാണ് പ്രതിയുടെ മൊഴി. ജിതിൻ എന്ന പേരിൽ ഒരാളാണ് തന്നോട് വിളിച്ചു പറഞ്ഞതെന്നും ഏതൊക്കെ നടിമാരാണ് വാങ്ങുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും പ്രതി പറഞ്ഞു. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന MDMA കേരളത്തിലേക്ക് എത്തിച്ചത് ചെമ്മാട് സ്വദേശിയാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. രാജസ്ഥാനിൽ 3 വയസ്സുള്ള പെൺകുഞ്ഞ് കുഴൽക്കിണറിൽ വീണു. രക്ഷാപ്രവർത്തനം തുടരുന്നു. രാജസ്ഥാനിൽ വീണ്ടും കുഴൽക്കിണർ അപകടം. 3 വയസ്സുള്ള പെൺകുട്ടി 700 അടി ആഴമുള്ള കുഴൽക്കിണറിൽ വീണു. കുട്ടിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രാജസ്ഥാനിലെ കോട്ട്പുട്ലി ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം. വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അബദ്ധത്തിൽ കുഴൽക്കിണറിൽ വീഴുകയായിരുന്നു. ചേതന എന്നു പേരുള്ള പെൺകുട്ടി കുഴൽക്കിണറിന്റെ 15 അടി ആഴത്തുള്ള ഒരിടത്തേക്കാണ് തങ്ങി നിന്നത്. പിന്നീട് കുഞ്ഞ് അനങ്ങിയപ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് വീണു. ഒരു പൈപ്പിലൂടെ കുഴൽക്കിണറിനുള്ളിലേക്ക് കുഞ്ഞിനെ ശ്വസിക്കാനായി ഓക്സിജൻ എത്തിക്കുന്നുണ്ട്.